നെപ്പോട്ടിസം. സോ ഗൈസ്, നമ്മൾ പലരും ആദ്യമായിട്ട് നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും. ഒരുപക്ഷെ നിങ്ങളത് നല്ലതാണ് എന്നൊരു രീതിയിലും കേട്ടിട്ടുണ്ടാവാം, അതേസമയം അത് മോശമാണെന്നുള്ള രീതിയിലും കേട്ടിട്ടുണ്ടാവാം. എന്തായാലും സിനിമയുടെ കാര്യത്തിലായിരിക്കും നമ്മളത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ നെപ്പോട്ടിസം കണ്ടുവരുന്നത് ഈ ഫിലിം ഇൻഡസ്ട്രിയിലാണ്. നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡസ്ട്രികളിലും നെപ്പോട്ടിസം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ചില ഇൻഡസ്ട്രിയിൽ അത് വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. ബട്ട് അതേസമയം വേറെ ചില ഇൻഡസ്ട്രികളിലേക്ക് പോകണമെങ്കിൽ അവരുടെ കുടുംബക്കാരാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറെ നാളായിട്ട് ഓൾമോസ്റ്റ് ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നെപ്പോട്ടിസത്തെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഒരു പുതിയ നെപ്പോ കിഡിനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നെപ്പോട്ടിസത്തെ കുറിച്ച് സംസാരിക്കാൻ ഇതിലും നല്ലൊരു സമയം വേറെ ഇല്ല. സോ എന്തായാലും നമുക്ക് നമ്മുടെ മലയാള സിനിമയിലെ നെപ്പോട്ടിസത്തെ കുറിച്ച് നോക്കാം. അത് കൂടാതെ എന്തുകൊണ്ടായിരിക്കാം മലയാള സിനിമയിലെ നെപ്പോട്ടിസം ഒരു വലിയൊരു പ്രശ്നം എന്ന രീതിയിലേക്ക് ആൾക്കാർ ചർച്ച ചെയ്യാത്തതെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ്, ഈ നെപ്പോട്ടിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. എല്ലാ സ്ഥലത്തും ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും ഈ നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം സിനിമയിലെ നെപ്പോട്ടിസം മാത്രം ഇത്ര വലിയൊരു പ്രശ്നം എന്ന രീതിക്ക് ഉയർന്നു വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിൾ കാര്യമാണ്. അതായത് സിനിമ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യന്മാരും ഒന്നിച്ച് ചേർന്നുണ്ടാക്കുന്ന ഒരു ആർട്ടാണ് സിനിമ. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന രീതിയിൽ ചൂസ് ചെയ്യുന്ന ഒരു മീഡിയം കൂടിയാണ് സിനിമ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർട്ടിന്റെയും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയുടെയും ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും. വർഷങ്ങളായിട്ട് ഓരോ സെറ്റുകളിൽ പോയി നിൽക്കുന്നവരെ ചാൻസ് ചോദിച്ച് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പുറകെ നടക്കുന്നവർ, അതുപോലെ ഓഡിഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ. അതിൽ തന്നെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഒരുപാട് ടാലന്റഡ് ആയിട്ടും ഇതുവരെ ഒരു ചാൻസ് പോലും കിട്ടാത്ത കുറെ പേരുണ്ട്. അപ്പൊ ഇതാണ് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നേരിടാൻ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ അതേസമയം നമ്മൾ ഈ സോ കോൾഡ് നെപ്പോ കിഡ്സിന്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം പോലും അവിടെ ആപ്ലിക്കബിൾ അല്ല. അതായത് ഇപ്പൊ ഒരു നെപ്പോ കിഡിന് സിനിമയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ആകെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അവർ അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും ഇതൊക്കെ ഒന്ന് പറയുക. ഇനിയിപ്പോ അതല്ലെങ്കിൽ ഇവർക്ക് ഓൾറെഡി ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കണക്ഷൻസ് കാര്യങ്ങൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് കാണും. കാരണം ഇവർ പലരും ചെറിയ പ്രായം തൊട്ടേ ഒരുപാട് ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും ഒക്കെ കണ്ടാണ് വളരുന്നത്. സോ ഇവർക്ക് ഓൾറെഡി ഇൻഡസ്ട്രിയിൽ ആ ഒരു കണക്ഷൻ ഉണ്ട്. ഇനിയിപ്പോ ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പൊ അയാളൊരു വലിയൊരു സ്റ്റാറിന്റെ മകനോ മകളോ ആണെങ്കിൽ ഇവരെ വെച്ച് പടം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ആൾക്കാർ വന്ന് പറയും. അപ്പൊ അതാണ് ഒരു നെപ്പോ കിഡിന്റെ സിനിമയിലേക്കുള്ള ഒരു ജേണി. ഇനി നിങ്ങൾ തന്നെ ഒരു നെപ്പോ കിഡിന്റെ ഒരു നോർമൽ ആളുടെയും സിനിമയിലേക്കുള്ള ജേണി ഒന്ന് കമ്പയർ ചെയ്തിട്ടൊന്ന് പറയുക, ഇത് ഫെയർ ആണോ? ഇപ്പൊ നിങ്ങൾ ഈ കുറച്ച് പേരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഇതൊരിക്കലും ഒരു നല്ല കമ്പാരിസൺ അല്ല. കാരണം സൊസൈറ്റിയിലെ പല ആൾക്കാരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ചില ആൾക്കാർ പ്രിവിലേജ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്, ചില ആൾക്കാർ ഒരു പ്രിവിലേജസും ഇല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ കാര്യങ്ങൾ എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കത്തില്ലേ? ഓരോ ആൾക്കാർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്പാരിസൺ ശരിയാണോ? ഓക്കെ, ഇങ്ങനെ ചിന്തിച്ച ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചിന്തിച്ച കാര്യം ഒരു രീതിയിൽ ശരിയാണ്. അതായത് പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളെക്കാൾ കാര്യങ്ങൾ ഉറപ്പായിട്ട് ഈസി ആയിരിക്കും. അതൊരു സത്യമാണ്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്ത കമ്പാരിസൺ ഒരിക്കലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് തമ്മിലല്ല, അവരുടെ സിനിമയിലേക്കുള്ള ജേണിയെ കുറിച്ചിട്ടാണ്. അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. രണ്ടുപേര് ഡോക്ടർ ആവാൻ പഠിക്കുവാണ്. ഒരാൾ ഒരു പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അതായത് അയാളുടെ പേരൻസ് ഒക്കെ ഡോക്ടറാന്ന് വെക്കാം. മറ്റേ ആളൊരു സാധാരണക്കാരനാണ്. ആളുടെ പേരൻസ് ഒരു സാധാരണക്കാരാണ്. അവർ ഡോക്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർക്ക് ഈ മെഡിക്കൽ ഫീൽഡായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പൊ ഇവർ രണ്ടുപേർക്കും ഡോക്ടർ ആകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. പഠിക്കണം, പരീക്ഷ എഴുതണം, പാസ് ആവണം, പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ പ്രിവിലേജസ് ഒന്നും അനുഭവിക്കാത്ത ആള് പഠിച്ച് പാസ്സായി ഡോക്ടർ ആകുമ്പോൾ മറ്റേ ആള് ഇതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് ഡോക്ടർ ആകുമല്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാനിതൊരു റിയൽ സിനാരിയോ വെച്ച് പറഞ്ഞുതരാം. നമ്മുടെ മാധവ് സുരേഷ് നെപ്പോട്ടിസം കൊണ്ട് മാത്രം ഇൻഡസ്ട്രി വന്ന ഒരാളാണ്. ഇത് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പുള്ളിയുടെ ഇപ്പോഴത്തെ അഭിനയം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പുള്ളിയൊക്കെ ശരിക്കും ഓഡീഷൻ ചെയ്തിട്ടാണോ ഇൻഡസ്ട്രിയിലേക്ക് വന്നേന്നുള്ളത്. ശരിക്കും ഓഡീഷൻ ചെയ്യുവാണെങ്കിൽ പുള്ളി ഈ സിനിമയിൽ അഭിനയിക്കും എന്നുള്ള കാര്യം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. അങ്ങനെയുള്ള പുള്ളി ഇപ്പോൾ ഓൾമോസ്റ്റ് 3 സിനിമയോളം അങ്ങോട്ട് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇപ്പൊ പുള്ളി ഒരു നെപ്പോ കിഡ് അല്ല എങ്കിൽ പുള്ളിയുടെ ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിക്ക് ഒരു ചാൻസ് പോലും കിട്ടില്ല. ഞാൻ പറയുന്നത് ഒരിക്കലും പുള്ളി ഭാവിയിൽ ഇമ്പ്രൂവ് ചെയ്യില്ല, അങ്ങനൊന്നുമല്ല. ഇപ്പോഴത്തെ പുള്ളിയുടെ അഭിനയം വെച്ചിട്ട് പുള്ളി ഒരു നെപ്പോ കിഡ് അല്ലായിരുന്നു എങ്കിൽ പുള്ളിയുടെ ഫസ്റ്റ് പടം കഴിഞ്ഞാൽ പിന്നെ പുള്ളി ഇൻഡസ്ട്രിയിലേ ഇല്ല. പുള്ളി ഒരു നെപ്പോ കിഡ് ആയതുകൊണ്ട് പുള്ളിക്ക് വീണ്ടും ചാൻസ് കിട്ടും. പക്ഷെ ഒരു നെപ്പോ കിഡ് അല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. ഒരു നെപ്പോ കിഡ് അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവരുടെ ഫസ്റ്റ് പടം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് പടത്തിൽ പിഴച്ചാൽ പിന്നെ അവർ ഇൻഡസ്ട്രി കാണുമോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടാണ്. അങ്ങനെ എത്രയോ ആൾക്കാർ
ഇപ്പൊ നമ്മൾ നമ്മുടെ മാധവ് സുരേഷിന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റിയ ഒരാളാണ് ഫാഫ. ഇന്ന് പുള്ളി ആരാണെന്നോ ഇന്നത്തെ പുള്ളിയുടെ റേഞ്ച് ഒന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷെ പുള്ളിയുടെ ഫസ്റ്റ് പടം കയ്യെത്തും ദൂരത്ത്, ആ പടം ഇറങ്ങിയപ്പോൾ ആ പടത്തിന് കിട്ടിയ ഊക്കിനും പുള്ളിയുടെ അഭിനയത്തിന് കിട്ടിയ ട്രോളിനും ഒന്നും കയ്യും കണക്കില്ല. ഒരു പക്ഷേ ഫഹദ് ഫാസിൽ ഒരു നെപ്പോ കിഡ് അല്ലായിരുന്നു എങ്കിൽ ഇന്ന് നമുക്കൊരു പക്ഷേ ഫഹദ് ഫാസിലിനെ കാണാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു. ആ ഒരു ഒറ്റ പടം കൊണ്ട് പുള്ളി ഫീൽഡിനെ പോയേനെ. പക്ഷേ പുള്ളി ഒരു നെപ്പോ കിഡ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് പിന്നീട് കുറെ ടൈം എടുത്ത് പുള്ളിയുടെ ആക്ടിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് പുള്ളിക്ക് ഇൻഡസ്ട്രിയിലോട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് കിട്ടി. ഇത് നെപ്പോട്ടിസം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് മാത്രം സാധ്യമാവുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നെപ്പോട്ടിസം കൊണ്ട് മാത്രം സാധ്യമാവുന്ന വേറൊരു സംഭവം കൂടെ നടന്നു ഈ ഏറ്റവും അടുത്ത്. ഇൻഡസ്ട്രി ഡയറക്ടറും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എഡിറ്ററും കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്ഷൻ ഹൗസ്, ഇത്രയും വലിയൊരു ക്രൂ, അതും ഒരു പുതുമുഖ നായികയുടെ സിനിമയ്ക്ക് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഏതെങ്കിലും ഒരു ആക്ട്രസിന് ഇതുപോലൊരു തുടക്കം കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, ഇത് ഒരു നെപ്പോട്ടിസം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് മലയാള സിനിമയിലെ നെപ്പോട്ടിസം. മലയാള സിനിമയിലെ നെപ്പോട്ടിസം എന്നല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന നെപ്പോട്ടിസം ഇതൊക്കെ തന്നെയാണ്. ചിലയിടത്ത് കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി ടു ദ അതർ ഇൻഡസ്ട്രി നമ്മൾ നോക്കുവാണെങ്കിൽ മലയാള സിനിമയിലാണ് ഏറ്റവും കുറവ് നെപ്പോട്ടിസം ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്തായാലും മലയാളത്തിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു നോർമൽ ആൾ എങ്ങനെയാണോ ഒരു സിനിമയിലേക്ക് വരാൻ വേണ്ടി ഓഡീഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു നെപ്പോ കിഡിനെ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്നിട്ട് അങ്ങനെ ഒരു ഓഡീഷൻ ചെയ്ത് അവർക്കാണ് ഏറ്റവും കൂടുതൽ കഴിവെങ്കിൽ അവരെ സെലക്ട് ചെയ്തു, അവരെ കൊണ്ട് പടം എടുത്തു. ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഒരു പ്രശ്നം പോലെ തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു കഴിവും ഇല്ലാഞ്ഞിട്ട് നെപ്പോ കിഡ് ആയതുകൊണ്ട് മാത്രം കൊണ്ട് ഈ സിനിമയിൽ ഓരോ ആൾക്കാരെ പിടിച്ച് അഭിനയിപ്പിക്കും. അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കിന് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. അതൊട്ടും ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ ഉടനെ വന്നിട്ട് കമന്റ് ഇടും, ഡോക്ടറുടെ മക്കൾ ഡോക്ടർ ആവുന്നതിൽ ആർക്കും കുഴപ്പമില്ല, സിനിമാക്കാരുടെ മക്കൾ സിനിമാക്കാരാവുന്നതിലാണ് പ്രശ്നമെന്ന്. അങ്ങനെ ആരെങ്കിലും കമന്റ് ഇടാൻ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കുവാണെങ്കിൽ ഞാൻ ഡോക്ടറിനെ വെച്ചതിന് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ സിനിമയിലെ നെപ്പോട്ടിസത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം പറയുന്നതെന്ന്. ഓക്കെ, ഇനി നെപ്പോട്ടിസത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം. എന്നെ സംബന്ധിച്ച് സിനിമ പോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരിക്കലും നെപ്പോട്ടിസം എന്ന് പറയുന്നത് 100% അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സിനിമ പോലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരാൾ വരുമ്പോഴത്തേക്കിന് അതൊരു ആക്ടർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫർ ആയിക്കോട്ടെ, റൈറ്റർ ആയിക്കോട്ടെ, മ്യൂസീഷ്യൻ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അത് 100% അവരുടെ കഴിവിന്റെ ബേസിലായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്തെന്ന് വെച്ചാൽ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ് ഈ സിനിമ ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ ഒരു പടത്തിന്റെ കാസ്റ്റിംഗ് കോളിന് വേണ്ടി ഒരു ഓഡീഷൻ വെച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാരായിരിക്കും അത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്ര ആൾക്കാർ അവരുടെ കഴിവ് മാത്രം മുമ്പോട്ട് വെച്ചിട്ട് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വേറൊരു സൈഡിൽ കുറച്ച് പേര് കഴിവിനുപരി അവർക്കുള്ള കണക്ഷൻസ് കൊണ്ട് മാത്രം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അതൊട്ടും ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഒരു നെപ്പോ കിഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്കിന് അവർക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് ഇപ്പൊ അവരുടെ ഫസ്റ്റ് പടത്തിൽ അഭിനയം മോശമാണെന്ന് വെക്കുക, ബട്ട് അവർക്ക് വീണ്ടും വീണ്ടും പടങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ആവാനുള്ള ഒരു ചാൻസ് കിട്ടും അവിടെ. അങ്ങനെ ഓരോ പടം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആയി വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ മലയാളത്തിൽ ഉൾപ്പെടെയുള്ള നെപ്പോ കിഡ്സ്. പക്ഷെ അതേസമയം ഇവിടെ ഒരു ഔട്ട്സൈഡർ ആണെങ്കിലോ, ഫസ്റ്റ് പടത്തിൽ ഒരു മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ഔട്ട്സൈഡർക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമോ എന്നുള്ള കാര്യം തന്നെ ഡൗട്ടാണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെപ്പോട്ടിസത്തിനോട് ഞാൻ അത്ര അങ്ങോട്ട് യോജിക്കുന്നില്ലെന്ന്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് മലയാള സിനിമയിലെ നെപ്പോട്ടിസം അത്ര വലിയൊരു പ്രശ്നം എന്ന രീതിക്ക് ആൾക്കാർ പറയാത്തതെന്നുള്ളത് നോക്കാം. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ടു ദ അതർ ഇൻഡസ്ട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് നെപ്പോട്ടിസം ഉള്ള ഒരു സ്ഥലമാണ് മലയാള സിനിമ. അത് മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിലെ നെപ്പോട്ടിസം അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് നെപ്പോ കിഡ്സ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമല്ല ഇവിടെ ഇൻഡസ്ട്രിയിലുള്ളത്. ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സിനിമയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. ഒരുപക്ഷെ മറ്റുള്ള ഇൻഡസ്ട്രി ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും അതും കൂടുതൽ. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ഇവിടുത്തെ, അതായത് മലയാള സിനിമയിലെ നെപ്പോ കിഡ്സ് ഒക്കെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് ആണ്. അതായത് ഇപ്പൊ പൃഥ്വി ആയിക്കോട്ടെ, ഫാഫ ആയിക്കോട്ടെ, DQ ആയിക്കോട്ടെ, ഇവരൊക്കെ ഓൾറെഡി ഇവിടെ കേരളത്തിൽ പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. ഇപ്പൊ അതിനുപരി നോക്കുവാണെങ്കിൽ ഇവരിപ്പം പാൻ ഇന്ത്യ ലെവലിൽ റെക്കഗ്നേഷൻ കിട്ടിയ ആൾക്കാരാണ്. ഇപ്പൊ പൃഥ്വിയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ കേരളത്തിൽ പുള്ളി ഓൾറെഡി സക്സസ്ഫുൾ ആണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസിന്റെ ഒക്കെ ഭാഗമാണ് പുള്ളി. ഇപ്പൊ സലാർ 2 ആയിക്കോട്ടെ, വാരണാസി ആയിക്കോട്ടെ, ഈ സിനിമകളൊക്കെ ആൾക്കാർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളാണ്. ഈ ഫാഫയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ ഒരു ആക്ടർ എന്ന രീതിക്ക് അറിയപ്പെട്ട ഒരാളാണ് ഫാഫ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ കറന്റ് ജനറേഷൻ ഓഫ് ആക്ടേഴ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടർ എന്നാണ് പുള്ളി എല്ലാവരും പറയുന്നത്. അതിലുപരി ഹോളിവുഡിൽ നിന്ന് വരെ കോൾ വന്നു, പക്ഷെ അതിന് പുള്ളി പോയില്ല, അത് വേറെ കാര്യം. ഇനി DQന്റെ കാര്യം നോക്കുവാണെങ്കിൽ പുള്ളി ഇതുപോലെ തന്നെ പാൻ ഇന്ത്യയിൽ റീച്ച് ഉള്ള ഒരു ആക്ടറാണ്. ആക്ടറിനുപരി മറ്റുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും തന്റേതായിട്ടുള്ള മാർക്കറ്റുള്ള ഒരു സ്റ്റാറാണ്. മലയാള സിനിമയിൽ വേറെ ആർക്കും ഇല്ലാത്തൊരു സംഭവമാണ് DQ എന്നുള്ളത്. സോ ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു.
ഇവരൊക്കെ സിനിമയിലേക്ക് വന്നത് നെപ്പോട്ടിസം കൊണ്ട് തന്നെയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ലെവലിലേക്ക് അവർ റീച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് കേരളത്തിന് പുറത്തൊക്കെ അവർക്ക് ഇങ്ങനെ ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇവിടെ ഉള്ള നെപ്പോ കിഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല കഴിവുള്ള ആൾക്കാരാണ്. കഴിവില്ലാത്ത ആൾക്കാരും ഉണ്ട്, എങ്കിൽ പോലും കഴിവുള്ളവരാണ് ഏറ്റവും കൂടുതലും. അതുകൊണ്ടുകൂടിയാണ് മലയാള സിനിമയിലെ നെപ്പോട്ടിസം ഒരു വലിയ പ്രശ്നം എന്ന രീതിക്ക് വരാത്തത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നെപ്പോട്ടിസത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോസ് കാണുന്ന ആൾക്കാരുടെ എണ്ണം വെച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കണ്ട. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെയും കൂടെ ജോയിൻ ചെയ്യുക. നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. കൂടുതലൊന്നും പറയാനില്ല, അത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ ശരി എന്നാ, ഓക്കെ, ബൈ.